പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പോൾ അറസ്റ്റ് ചെയ്ത കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി, ആഡംബര ഷൂസ് ഊരി വാങ്ങി, ആഡംബര ഫ്ളാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള എത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ്, എത്ര മനുഷ്യത്വരഹിതമാണ്, എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ പിൻബലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തും ഇത്തരം അഹങ്കാരത്തോടു കൂടി എല്ലാവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നു, ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണുള്ളത്? കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത്. കാരണം കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ബലാത്സംഗം ഒപ്പം ഗർഭചിത്രം ഇത്തരമൊരു മാനസിക വിഭ്രാന്തിയുള്ള ആളായി മാറുകയാണ്. അതിപ്പോ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. അത് കണ്ട സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ കാര്യമാണെങ്കിൽ തന്നെയും ഇത് പൊതു കാര്യമായി മാറുന്നത് അയാൾ നിയമസഭാ അംഗം എന്നുള്ള നിലയിലുള്ള പ്രശ്നവും ഒരു യുവജന സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ വരുമ്പോഴാണ് ഇത് പൊതു പ്രശ്നമായി മാറുന്നത്. എന്തുകൊണ്ട് ഇത്രയും ബഹളം ഉണ്ടായിട്ടും പ്രതിഷേധം വന്നിട്ടും കോൺഗ്രസ് ഇതിൽ ഒരു മെല്ലപ്പോക്ക് നയം എടുക്കുന്നു, ഒരു സൗഹാർദ്ദപരമായ നയം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിന്റെ മുഖമാണല്ലോ ഇയാൾ. ഇപ്പോ ഇത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ ചില മാധ്യമങ്ങൾ എന്തായിരുന്നു ഇവിടെ ആഘോഷം? ക്രിസ്മസും ഓണാഘോഷവും റംസാനും എല്ലാം കൂടെ ഒരുമിച്ച് ആഘോഷിച്ചത്.